പാർലമെന്റ് തുടങ്ങി, അടിയും തുടങ്ങി. സർ, വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്, സജീവ ചർച്ചയിലുണ്ടായിരുന്നത്. പക്ഷെ ഇതിനിടയിലേക്കാണ് ഡീലിമിറ്റേഷൻ വരുന്നത്. സാധാരണക്കാർക്ക് ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനിടയിലാണല്ലോ ഇതും വരുന്നത്. അവര് ഗഹനമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് അറിയേണ്ടത്, ഈ ഡീലിമിറ്റേഷൻ എന്താണ് സംഭവം? അത് എന്തിനാണ് പ്രതിപക്ഷം അതിനെ എതിർക്കുന്നത്? ഇല്ല, ഇത് ഈ വനിതാ സംവരണ ബില്ല് നേരത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. അത് പാർലമെന്റിൽ അതുപോലെ നിയമസഭയിലൊക്കെ വനിതാ പ്രാതിനിധ്യം ഇനി മുതൽ മൊത്തം അംഗസംഖ്യയുടെ 33% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് അവർ പാസ്സാക്കിയത്. അത് വർഷങ്ങളോളായിട്ട് വനിതകൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിനോ UPA ഗവൺമെൻറ്റിനോ അതല്ലെങ്കിൽ അവർക്ക് പ്രാതിനിധ്യമുള്ള ഗവൺമെൻറ്റുകളിൽ നിന്ന് അവർ തന്നെ അലൗ ചെയ്തിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇതിനു മുൻപ് അവതരിപ്പിച്ചപ്പോൾ ദേവഗൗഡയായിട്ട് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് തോന്നുന്നു അവതരിപ്പിക്കാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ബില്ലുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക അദ്ദേഹം. ഉടനെ തന്നെ ഈ സമാജ്വാദി പാർട്ടിയുടെയോ രാഷ്ട്രീയ ജനതാദൾ RJDയുടെ MP ചെന്ന് ആ ബില്ല് മന്ത്രിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് വലിച്ചു കയറി കളഞ്ഞു. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു കറുത്ത ദിവസമാണത്. ഇതല്ലെങ്കിൽ അത് പണ്ടേ നടപ്പിലാക്കേണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് ഇവർ ബില്ല് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. 98 തൊട്ട് 2004 വരെ ഭരിച്ച വാജ്പേയി ഗവൺമെൻറ്റും ഈ ബില്ല് അവതരിപ്പിക്കാൻ കുറേ ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. ഇപ്പോൾ എന്തോ ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ബില്ല് കഴിഞ്ഞ 2019 അവസാനിച്ച 2024 അവസാനിച്ചല്ലോ. 2019 to 2024 അതൊരു വളരെ ലാൻഡ്മാർക്ക് ബില്ലാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കി, പ്രസിഡന്റ് അത് ഒപ്പിട്ട് നിയമമായി. പക്ഷെ അപ്പോൾ അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സെൻസസ് ഫിഗർ വേണം. സെൻസസ് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇതിപ്പോൾ എന്താണ് നടന്നിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ. അപ്പോൾ എന്താ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടനയുടെ 82-ാം വകുപ്പ് പ്രകാരം റീഅഡ്ജസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ ഈച്ച് സെൻസസ്, ഓരോ സെൻസസ് കഴിയുമ്പോഴും നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭ, രാജ്യസഭ, നിയമസഭ പ്രതിനിധികളുടെ എണ്ണം ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഏറ്റവും എളുപ്പം ഓർത്തിരിക്കാനായിട്ട്. അതാണ് കാര്യം. അതായത് ഈ രാജസ്ഥാനിലെ ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി, പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധി, അയാളെ തിരഞ്ഞെടുക്കുന്നത് 16.5 ലക്ഷം വോട്ടർമാർ ചേർന്നിട്ടാണ്. 16.5 ലക്ഷം, 16.5 lakh എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളുടെ കാര്യങ്ങളും ഈ MP നോക്കണം. അതുകൂടാണ്ട് കേരളത്തിൽ അതേ സമയത്ത് കേരളത്തിലെ 12 ലക്ഷം ജനങ്ങളാണ് ഒരു പാർലമെന്റ് അംഗത്തിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഡിസ്പാരിറ്റി ഉണ്ട് ഇത് തമ്മിൽ. ഇപ്പം ജനസംഖ്യയിൽ വന്ന വ്യതിയാനം ഒന്നും ഈ 1973 ശേഷം ഈ റീഅഡ്ജസ്റ്റ്മെന്റ് ഓഫ് സീറ്റ്സ് അതിനകത്ത് നടപ്പിലാക്കിയിട്ടില്ല. കാരണം കോൺഗ്രസിന് അതിനോട് വലിയ താല്പര്യമില്ല. ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണേലോ പാർലമെന്റിന്റെ അംഗസംഖ്യ കൂട്ടണേലോ ഒന്നും താല്പര്യമില്ല. അവർക്ക് പണ്ട് തൊട്ടേ വനിതാ സംവരണത്തിന് അവർ എതിരായിരുന്നു. അവരുടെ മന്ത്രിമാർ തന്നെ പലപ്പോഴും അന്നത്തെ മന്ത്രിമാരായിരുന്ന ജയന്തി നടരാജനൊക്കെ പലപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെന്റിൽ ഇത് ബില്ല് പാസ്സാക്കേണ്ടതാണ്, എന്തുകൊണ്ട് നടപ്പിലാവണില്ല എന്ന് നമുക്ക് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് ജയന്തി നടരാജൻ. അപ്പോൾ ഇത് 2026 സെൻസസ് വരുമ്പോൾ ഇപ്പം ഇവർ പറയണത് ഈ വനിതകളുടെ 33% സീറ്റ് വനിതകൾക്ക് സംവരണം ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മത്സരിക്കാനായിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കുറയും എന്നായിരുന്നു ആദ്യത്തെ അവരുടെ ആവശ്യം. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്സഭയിൽ ഇപ്പോൾ 543 ആണ് ലോക്സഭയിൽ ടോട്ടൽ സീറ്റ്സ്. അത് വനിതാ സംവരണ ബില്ലും ഇതെല്ലാം കൂടി ചേർന്ന് 850 വർദ്ധിച്ചു. അപ്പോൾ 850 വർദ്ധിക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, കേരളം, കർണാടക ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ പറയണം ഞങ്ങളാണ് ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഞങ്ങളുടെ ജനസംഖ്യ കുറവ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സീറ്റുകളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് പറഞ്ഞു. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് അല്ലേ സർ? അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഗവൺമെന്റും കൂടി ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവർ പറഞ്ഞു കേരളത്തിന് 20 ലോക്സഭാ സീറ്റാണ്, 10 സീറ്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കും. നിലവിലുള്ള സീറ്റുകളുടെ പകുതി കേരളത്തിന് അഡീഷണൽ ആയിട്ട് കിട്ടും. തമിഴ്നാട്ടിൽ നിലവിലുള്ള സീറ്റുകളുടെ പകുതി അഡീഷണൽ ആയിട്ട് കിട്ടും. ഇപ്പം 38 സീറ്റുണ്ട് അവർക്ക്. 38 പിന്നെ അതിൻ്റെ പകുതി അവർക്ക് 57 സീറ്റായിട്ട് കിട്ടും അവർക്ക് തമിഴ്നാട്ടിന്. പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ, അത് മിക്കവാറും 2 സീറ്റ് ആവുമായിരിക്കും, എനിക്കറിയില്ല പോണ്ടിച്ചേരിയുടെ എങ്ങനെയാണെന്ന്. കർണാടകത്തിന് ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ പ്ലസ് നിലവിലുള്ള സീറ്റുകളുടെ 50% കൂടും. അങ്ങനെയാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാഭമേ ഉണ്ടാവുള്ളൂ. 20 സീറ്റിൽ നിന്ന് കേരളത്തിന് ഒരൊറ്റ അടിക്ക് 30 സീറ്റായിട്ട് കിട്ടുക. ഇതുപോലെ നിയമസഭയിലെ ഡീലിമിറ്റേഷൻ നടന്നപ്പോഴാണ് കേരളത്തിന് ഈ 2 നഷ്ടമുണ്ടായി. അന്നൊന്നും ഇവർ മിണ്ടിയില്ല. പത്തനംതിട്ടയിലും കോട്ടയം ജില്ലയിലൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ ഇല്ലാതായി. അതേസമയം മലപ്പുറത്തും പിന്നെ എണ്ണം 3 or 4 ആയിട്ട് കൂടി. അതിന് കാരണമുണ്ട്. മുസ്ലിങ്ങളല്ലേ, അവർ ഇങ്ങനെ എന്താണ് ചൈൽഡ് പ്രൊഡ്യൂസിങ് മെഷീൻസ് ആണ് അവരുടെ ഭാര്യമാരൊക്കെ. വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, അവർക്ക് ഇങ്ങനെ പ്രസവിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജനസംഖ്യ കുത്തനെ വർദ്ധിച്ചു. ജനസംഖ്യാ വിദഗ്ധരുടെ എപ്പോഴോ തവണ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ പോട്ടെ, മുസ്ലിങ്ങളുടെ ഇടയിൽ വരുന്ന ജനസംഖ്യാ വർധനവ് അതിഭീകരമാണ്. അത് ശരിക്കും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഫിഗറാണ്. അത് വരുന്ന അത് അപകടത്തിലേക്ക് നയിക്കുന്ന ഈ നമ്മുടെ സെൻറ്റർ ഫോർ പോളിസി സ്റ്റഡീസിലെ ഡോക്ടർ JK ബജാജ്, പിന്നെ MD ശ്രീനിവാസ്, ഇവരെ ഒരു വലിയ പുസ്തകമുണ്ട്, റിലീജിയസ് ഡെമോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അവർ. കാരണം മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുത്തനെ വർദ്ധിച്ചു, അതേസമയം ഹിന്ദുക്കളുടെ ജനസംഖ്യ താഴോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇവർ മറച്ചു വയ്ക്കുകയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഈ 2026 സെൻസസ് വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഈ ജനസംഖ്യ ഭരണഘടനയുടെ 82-ാം വകുപ്പ് പ്രകാരം ഫിഗേഴ്സ് റീഅഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ അവർ പുതിയ നിയമം കൊണ്ട് പുതിയ ഡിമാൻഡുമായിട്ട് വന്നിരിക്കുക കോൺഗ്രസ്സുകാർ. മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണമാണ് ഇതിൻ്റെ കൂടെ. സംവരണം നടത്തുന്നതിന് എതിരായിരുന്നല്ലോ ആദ്യം. ഇപ്പൊ പറഞ്ഞ മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം വേണമെന്നാണ് പറയുന്നത്. സർ, ഈ 850 സീറ്റുകളുടെ കാര്യം പറയുമ്പോൾ അതില് കോൺഗ്രസ് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വീണ്ടും BJP സർക്കാരിന് വീണ്ടും വരാനുള്ള ഒരു കളം ഒരുക്കുകയാണ് എന്നുള്ള ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. ശുദ്ധ അസംബന്ധമാണ്. പ്രജിത തന്നെ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ 20, 10, 30 സീറ്റാക്കി കഴിഞ്ഞാൽ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ 58, 59 സീറ്റ് വന്നാൽ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ? കർണാടകത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ? പിന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരൊന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ അകത്ത് വനിതാ സംവരണ ബില്ലിനെ കൂടി അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നാണെങ്കിലും ഇത് നമ്മൾ ഇത് നടക്കണ്ടേ, എന്താ പറയുന്നത്, നിയമം നടപ്പിലാക്കണ്ടേ. അത് ഇപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തിയത്. അതിനെതിരായിരുന്നു അവര്. ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും, അത് ലോക്സഭയിലാകട്ടെ നിയമസഭയിലേക്കാകട്ടെ, ഇനി വേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പാവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ അത് ആ മണ്ഡലങ്ങളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അപ് ടു ഡേറ്റ് ആക്കിയിരിക്കണം. അത് ഭരണഘടനാ പ്രകാരം അവരത് ചെയ്യാൻ നിർബന്ധിതരാണ്. അവർ ദേ ആർ ഒബ്ലൈജ്ഡ് ടു ഡു ദാറ്റ്. അതിന് ഇവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലോ? ഇപ്പൊ പറയുന്നത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന വാദങ്ങളെ മുഴുവനും തള്ളിക്കളയാൻ സാധിക്കും. കാരണം പ്രതിപക്ഷം പറയുന്നത് പലപ്പോഴും യുക്തിസഹമല്ലാത്ത കാരണങ്ങളാണ് എന്നുള്ളത് ശരിവെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു തിയറി ശരിയല്ല എന്ന് പറയാൻ പറ്റും പ്രതിപക്ഷം? ഇത് ഭരണഘടനാപരമായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമാണ്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഭരണഘടനാപരമായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം വളരെ ശരിയാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു വലിയ വലിയ സംസ്ഥാനങ്ങളെ 3, 4 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് BJP അല്ലല്ലോ പറഞ്ഞിരിക്കണേ.
പറഞ്ഞത് മായാവതി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായപ്പോൾ ഉത്തർപ്രദേശിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ബില്ല് ഇപ്പോഴും അതിപ്പോൾ ഡിഫറെൻ്റ് ആയി കാണും, പുതിയത് കൊണ്ടുതന്നെ ബുണ്ടേൽഖണ്ഡ്, പിന്നെ പൂർവാഞ്ചൽ, ദെൻ വേറെ ഉത്തരാഞ്ചൽ, അങ്ങനെയൊക്കെയുള്ള 4 സംസ്ഥാനങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഉത്തർപ്രദേശിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പീരീഡ് കഴിഞ്ഞു, ടെന്യൂർ കഴിഞ്ഞ് അവർ പോയി. പിന്നെ വന്നത് മുലായം സിംഗ് യാദവും അയാളുടെ മക്കളുമാണ് അധികാരത്തിൽ വന്ന്. അവർ നടപ്പിലാക്കിയില്ല. BJP ഇപ്പം അത് എന്താ പറയുന്നത്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപ്പിലാക്കട്ടെ. പക്ഷെ ഭരണ സംവിധാനം കുറ്റമറ്റതാക്കാൻ, മികച്ചാക്കാനായിട്ട് ചെറിയ സംസ്ഥാനങ്ങളാണ് വളരെ നല്ലത്. നമ്മളുടെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട് തന്നെ 2 or 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് അവിടുത്തെ തമിഴ്നാട്ടിലെ ഈ പാട്ടാളിമക്കൾ കക്ഷിയും പിന്നെ അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ 234 എന്തോ ഒക്കെയാണ് നിയമസഭാ എണ്ണം. അതൊരു വലിയ സംസ്ഥാനമാണ്. അത് 234 നിയമസഭാ അംഗങ്ങൾ ഇരുന്ന് ഈ എൻറ്റയർ സ്റ്റേറ്റ് 7 കോടിയോ 8 കോടിയൊക്കെയുണ്ട് ജനസംഖ്യ അവിടുത്തെ. ഇവരെ തീരുമാനിക്കാനായിട്ട് വലിയ പാടാം. അതിന് ഭേദം അതിനെ 3 സംസ്ഥാനമായിട്ട് ബാധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേക കൊങ്കുനാട് സംസ്ഥാനം, നോർത്ത് തമിഴ്നാട്, സദേൺ തമിഴ്നാടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭരണ സംവിധാനം മികച്ചതാവാം. അതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. അതിനും ഇവർ സമ്മതിക്കില്ല. ഈ കോൺഗ്രസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാം, അവർക്ക് ഈ മറ്റേ കെട്ടിലമ്മയുടെ ഭരണം നിലനിർത്തണം. ഇപ്പം പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ കാത്തലിക് കോൺഗ്രസ് എന്നാണല്ലോ അതിൻ്റെ പേര്. അപ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ നടത്തണം. മതപരിവർത്തനത്തിനൊക്കെ അവർക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെ നിൽക്കുന്നതാണ്. ചെറിയ സംസ്ഥാനങ്ങളായ പറ്റൂല, പിടിക്കും. ഇപ്പം ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പൊക്കെ ഉണ്ടല്ലോ മതപരിവർത്തനം നടത്താനായിട്ട് നടക്കണേ. അവർക്ക് മതപരിവർത്തനം നടത്താനായിട്ട് വൻകിട സംസ്ഥാനങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഇങ്ങനെയൊക്കെയുള്ള ജാർഖണ്ഡ്, അവിടെയൊക്കെ. അത് വികസനം വരാൻ പാടില്ല അവിടെ. വികസനം വന്നു കഴിഞ്ഞാൽ പിന്നെ മതപരിവർത്തനം പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് ഇവരൊക്കെ എതിർക്കണം. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾ ഇന്ത്യ കാത്തലിക് കോൺഗ്രസ് ആണ്, ഇറ്റ്സ് നോട്ട് എ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി. ഇപ്പം ലോകം മൊത്തം ജനാധിപത്യ പ്രക്രിയ ശക്തമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വോട്ടിംഗ് നിയമങ്ങൾ വരെ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയണം അമേരിക്ക. അവരിതാ ഇപ്പോൾ കഴിഞ്ഞ തവണ US കോൺഗ്രസ്സിൽ അവിടുത്തെ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. സേവ് ആക്ട് എന്നാണ് പറയുന്നത്. സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് മാത്രമേ അമേരിക്കൻ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരന്മാരുടെ മക്കളായിരിക്കണം അവർ. അല്ലാതെ വെറുതെ വന്ന് താമസത്തിന് വന്ന് ജോലി ചെയ്യാൻ അവരുടെ ഭാര്യമാരെ അവിടെ ആ സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൗരത്വവും കിട്ടില്ല, പിന്നെ എന്താ പറയുക, വോട്ട് ചെയ്യാനുള്ള അധികാരവും കിട്ടില്ല. അപ്പോൾ അവരൊരു റൂൾസ് ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. ഇതിൽ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പം ചെയ്തിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഇവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ പറയണ ഞങ്ങളെ ദക്ഷിണേന്ത്യയിൽ ഉള്ള സീറ്റുകളൊക്കെ നഷ്ടപ്പെടും. അതിന് കാരണമൊന്നുമില്ല. നഷ്ടപ്പെടുന്നു പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഇപ്പം 39 നിന്ന് 59, 60 ആയിട്ട് വർദ്ധിപ്പിച്ചു. കേരളത്തിൽ നിന്ന് എതിർക്കണവർ 20 നിന്ന് 30 വർദ്ധിപ്പിച്ചു. കർണാടകത്തിൽ നിന്ന് നേരെ വർദ്ധിപ്പിച്ചു. സീറ്റുകളുടെ എണ്ണം പകുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണ ന്യായീകരണം ഒന്നും നിലനിൽക്കുന്നതല്ല. ഗവൺമെന്റ് ഇസ് ഓൺ എ സ്ട്രോങ് വിക്കറ്റ്. അവർ നിയമപ്രകാരമാണ് മുമ്പോട്ട് പോകണം. ആരിതറിഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റിനെയാണ് അനുകൂലിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവർക്ക് അന്താരാഷ്ട്ര ഏജൻസിയായിട്ട് അന്താരാഷ്ട്ര വേദികളിലൊന്നും പോയിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല, ആൾക്കാർ കളിയാക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.